മാഞ്ഞൂർ മേമുറി 14 പറ പാതി ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ കുംഭപൂര മഹോത്സവം നടന്നു. പൊങ്കാല നിവേദ്യ സമർപ്പണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. സുതിമോൾ തിരുവഞ്ചൂർ ദീപ പ്രോജ്വലനം നടത്തി. 3 ദിവസങ്ങൾ നീണ്ടുനിന്ന തിരുവുത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഗണപതി ഹോമം, ദേവി ഭാഗവത പാരായണം, ആയില്യൻ പൂജ, മകം തൊടൽ, പ്രസാദമൂട്ട് എന്നീ ചടങ്ങുകളും നടന്നു. സമാപന ദിവസമായ ഞായറാഴ്ച നടന്ന തിരുവുത്സവ സാംസ്കാരിക സദസ്സ് AKCHMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കല്ലറ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഭക്തിനിർഭരമായ ഒരു സന്ദർഭമാണ് കുംഭമാസത്തിലെ പൂരം എന്നുള്ളത്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ആഘോഷിക്കപ്പെടുന്ന ഒരു വലിയ മഹോത്സവമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നമുക്കറിയാം. ഏറ്റവും സ്ത്രീകളുടെ ഏറ്റവും ഭക്തിനിർഭരമായ ഒരു ചടങ്ങാണ് പൊങ്കാല മഹോത്സവം എന്നത്. അതിന്ന് ആറ്റുകാൽ പൊങ്കാല നിർവഹിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് 14 പറ ദേവീക്ഷേത്രത്തെ സന്നിധിയിലും ഈ പൊങ്കാല നടത്തപ്പെടുന്നത്. ഈ സാധാരണ രീതിയിൽ ഒരു തിരുവുത്സവ സദസ്സ് അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സമ്മേളനം അല്ലെങ്കിൽ അനുമോദന സമ്മേളനം ഇതൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് ഒരു പ്രത്യേക സ്റ്റേജിൽ പ്രത്യേക സാഹചര്യത്തിലായിരിക്കും. എന്നാൽ ഇവിടെ ഏറ്റവും ദൈവികമായ ഒരു ചടങ്ങ് നടക്കുന്നതിനോടൊപ്പം തന്നെ അതിന് സാന്നിധ്യം വഹിച്ചുകൊണ്ടാണ് ഈ അധ്യക്ഷവേദി എന്നുള്ളത് മറ്റേത് ഇടത്തെക്കാളും ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഈശ്വര സാന്നിധ്യത്തിലേക്ക് എത്തിച്ചിരുന്ന ഒന്നാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. ദേവസ്വം ട്രസ്റ്റ് മാനേജർ തങ്കച്ചൻ മ്യാലിൽ അധ്യക്ഷനായിരുന്നു. ദേവസ്വം പ്രസിഡന്റ് V ജയദേവ്, കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്ക് ചെയർമാൻ സുനു ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM ജോർജ്, മാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ തങ്കപ്പൻ കളപ്പുരത്തറയിൽ, ശ്രീഭദ്ര കുടുംബസമിതി വൈസ് പ്രസിഡന്റ് രുക്മിണി ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷേത്ര സന്നിധിയിലെ അനന്തങ്കാവിലെ 5 ശിഖരങ്ങളോടുകൂടിയ തെങ്ങിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ക്ഷേത്രാധികാരികൾ വിശദീകരിച്ചു. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു പതിയാണിത്, ക്ഷേത്രമാണ്. ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതിന് തുല്യമായിട്ട് തന്നെയാണ് സർപ്പങ്ങൾ. കേരളത്തിൽ നല്ല ഒരു സ്ഥലത്തും ഇതേ രീതിയിൽ ഭദ്രകാളിയുടെ ഒപ്പം തന്നെ ആ ഒരു പ്രതിഷ്ഠയുടെ അടുത്ത് തന്നെ സർപ്പങ്ങൾ ഉള്ള ഒരു പതികൾ വേറെ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. അതായത് സർപ്പത്തിനും ഭദ്രകാളിക്കും ഒരേ പ്രാധാന്യം, തുല്യ പ്രാധാന്യം തന്നെയാണ് ഇതിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ഇവിടെ പൂജ നടക്കാറുള്ളത്. പിന്നെ വിശേഷാൽ പൂജകളുണ്ട്. പിന്നെ തെങ്ങിനെക്കുറിച്ച് പറഞ്ഞാൽ ഇത് വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. ഇത് ഒരു തായ്തടിയിൽ നിന്നും 5 ഇതളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളൊരു പ്രശ്നവിധി അനുസരിച്ച് ഇത് അനന്തൻ്റെ ഒരു പ്രതീകമാണ് എന്നാണ് ഞങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത്. പ്രശ്നവിധിയിൽ അത് വ്യക്തമായി. അപ്പം ഇത് ഒരു അനന്തൻ്റെ ഒരു പ്രതിഷ്ഠ അവിടെ വയ്ക്കുകയും അതിനനുസരിച്ചുള്ള പൂജാതി കർമ്മങ്ങൾ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് മാഞ്ഞൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ CM ജോർജിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. പൂരനാളിൽ മഹാപ്രസാദമൂട്ട്, കുറത്തിയാട്ടം, വലിയ ഗുരുതി എന്നീ ചടങ്ങുകളും നടന്നു.